ഹായ്, എൻ്റെ പേര് സീന. ഞാൻ ഇവിടെ കെൻമിയിലെ B18 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ബ്രാൻഡിങ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് പറയുന്നത് സ്കിൽസ്ഫിയർ ആണ്. നമുക്ക് അറ്റ് ദ ടൈം മൾട്ടിപ്പിൾ സ്കിൽസ് ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്തിലേക്ക് സക്സസ് ചെയ്യാമെന്നുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കിൽസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കിൽസ്ഫിയർ എന്ന് പറയുന്ന ആപ്പ് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ് ടു 30 ഏജ് ഗ്രൂപ്പിലുള്ള കാറ്റഗറിയിലുള്ള പീപ്പിൾസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ലൈക്ക് യങ്സ്റ്റേഴ്സ്, ഗ്രാജുവേറ്റ്സ്, സ്റ്റുഡൻസ് ഓരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ വൈ ചോദിച്ചാൽ നമ്മൾ ഓർക്കാണ് അധികം സ്കിൽസ്, മൾട്ടിപ്പിൾ സ്കിൽസ് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ കാറ്റഗറി ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്കിൽ കാറ്റഗറീസ് കാണാൻ കഴിയും. അപ്പോൾ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏതാ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏതാ സ്കിൽ നമുക്ക് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു പേഴ്സണൽ മെൻറ്ററോട് കൂടിയിട്ട് നമുക്ക് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാം. മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ, ഈ ആപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ലെവൽസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഡെയിലി റീക്യാപ്പ് ചെയ്ത പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ യൂസേഴ്സിന് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഡെയിലി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മളെ സ്കില്ലിനെ എത്രത്തോളം ഗ്രോത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് ഈ ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ്ലി കാണുന്ന ഇഷ്യൂ ആണ് സ്കില്ല് മൾട്ടിപ്പിൾ സ്കിൽസ് ഉണ്ടാവില്ല. നമുക്ക് ഒരു സ്കില്ലിൽ തന്നെ എല്ലാ ഫീൽഡിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ മോസ്റ്റ്ലി ഇന്നത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ആപ്പിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഈ ഒരു ബ്രാൻഡ് കൊണ്ടുവരികയാണെങ്കിലും നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ഇതുണ്ട്. നമുക്കൊരു ഒറ്റൊരു സ്കില്ലിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ സ്കിൽസും നമുക്ക് അത്യാവശ്യം ലേൺ ചെയ്ത് കണ്ട് തന്നെ എല്ലാ ഫീൽഡിലേക്കും നമുക്ക് എത്തിക്കാമെന്നുള്ളൊരു ആ ഒരു ലെവൽ കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ടോപ്പിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ബ്രാൻഡിങ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1 വീക്കേ ഗ്യാപ്പ് വരുള്ളൂ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ വിത്തിൻ 4 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ മെൻറ്റേഴ്സൊക്കെ നമ്മൾ ആ പ്രസൻറ്റേഷൻ്റെ ഡേ എങ്ങനെ നമ്മൾ പെർഫോമൻസ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ പെർഫോമൻസ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഓഡിയൻസിലേക്ക് കൺവേർട്ടബിൾ ആക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഡേ തന്നെ നമ്മൾ നല്ലോണം ഇമ്പ്രൂവ് ആക്കി, നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റി. ഓഡിയൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ല നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡിനെ നമുക്ക് ഒന്നും കൂടി പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് പറ്റിയിട്ടുണ്ട്.